ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീമാരിൽ ഒരാളായ വന്ദന ഫ്രാൻസിസിൻ്റെ കണ്ണൂർ ഉദയഗിരി പുല്ലരിയിലുള്ള വീട്ടിലാണ് ഞാനുള്ളത്. ഇവിടെ വന്ദന ഫ്രാൻസിസിൻ്റെ 2 സഹോദരങ്ങളാണ് ഈ വീട്ടിലുള്ളത്. എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടുന്ന വിവരങ്ങൾ, എന്താണ് അവരുടെ ഒരു ആശങ്ക എന്നൊക്കെ ചോദിക്കാം. എന്താണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഒരു വിവരം? ഇപ്പം കേൾക്കുന്ന വിവരം അനുസരിച്ച് ഇന്ന് ജാമ്യത്തിന് വെക്കുന്നില്ല എന്നാണ്. ഇന്ന് ജാമ്യം അപേക്ഷ നൽകുന്നില്ല. അതുകൊണ്ട് അപ്പോൾ ഇനി നാളെയോ അടുത്ത് എന്നാണെന്ന്. ഏതായാലും ആകെ ഒരു വിഷമം ത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. നേരത്തെ വന്ദന സിസ്റ്റർ എവിടെയെങ്കിലും ഇതുപോലെ കേരളത്തിന് വെളിയിൽ ജോലി ചെയ്തിരുന്നു? കേരളത്തിന് വെളിയിലാണ് അവർ 90% ജോലി ചെയ്തിട്ടുള്ളത്. 10-30 വർഷമായിട്ട് കേരളത്തിന് വെളിയിൽ തന്നെയാണ്. പക്ഷേങ്കിൽ ഇതാദ്യമായി ഇത് പോണൊക്കെ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു വർഷം മുമ്പൊക്കെ അവിടെ എന്തൊക്കെയോ BJP-ക്കാരുടെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായപ്പോൾ അവർ സുരക്ഷിതമായിട്ടൊക്കെ ഇരുന്ന് നേരം വെളുപ്പിച്ചു. നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം അല്ലേ? ഇങ്ങനെ ഇതല്ല, മനുഷ്യക്കടത്തെന്നല്ല, അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം മതിയല്ലോ. അപ്പോൾ അങ്ങനെ മനുഷ്യക്കടത്തിലൊന്നും ഇവരൊന്നും ചെയ്തിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. അങ്ങനെയല്ല, അതായത് അവർക്ക് എന്നതേലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ഈ 1 വർഷത്തിനകം നാരായൺപൂർ പള്ളി ആക്രമിച്ചതെന്നും പറഞ്ഞ് പേപ്പറിലൊക്കെ ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവരുടെ മടവും അതെ. അവർ ഏതാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. BJP എന്നുള്ള പറച്ചിൽ അല്ലേ? BJP-യുടെ എന്നതാണോ ഇവർ? അതെ, നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ. ഒരു മറ്റൊരു സഹോദരൻ ജിൻസാണ്. ജിൻസ്, എന്താ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഏറ്റവും പുതിയൊരു വിവരങ്ങൾ? എന്ത് കാരണം പറഞ്ഞാണ് ഇത്തരത്തിൽ അറസ്റ്റിലേക്ക് പോയത്? ആ സംഭവം എന്താണ്? പിന്നീട് സഹോദരിയെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ്? സഹോദരിയെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇവർ പിടിക്കുന്ന നേരത്ത് തന്നെ മൊബൈലും എല്ലാം മേടിച്ച് സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ അവിടെ ജോലിക്ക് വേണ്ടിയിട്ട് വന്ന 3 കുട്ടികളുണ്ട്. അപ്പോൾ ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 10 മണിക്കൂറുടെ യാത്രയുണ്ട് ഈ പിള്ളേരുടെ വീട്ടിലേക്ക്. അപ്പോൾ അവർ 3 പിള്ളേരെന്ന് പറഞ്ഞാൽ 20-21 വയസ്സിന് മുകളിലുള്ളവരാണ്. അപ്പോൾ ഈ 3 കുട്ടികളെ അവരുടെ ഒരു കസിൻ ബ്രദർ ഇവരിലൊരാളുടെ ആ പുള്ളിയാണ് കൂട്ടിക്കൊണ്ട് വരുന്നത്. അപ്പം ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവരൊരു 10 മണിക്കൂറെങ്കിലും ബസ്സിനും ഒക്കെ യാത്ര ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞ് മറ്റേ കൊണ്ടുവന്ന പുള്ളിക്കും പോകണമല്ലോ. അപ്പോൾ ഇങ്ങോട്ട് ഇവരെ തന്നെ വിട്ടാലും ഇത്ര ദൂരമല്ലേ, ആദ്യമായിട്ടാണ് ഇവർ വരുന്നത്. അപ്പം ഇവരെ കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു പേടി കാരണം പുള്ളിക്കാരി വന്നതാണ്. അപ്പം കൂട്ടത്തിലുള്ളൊരു സിസ്റ്ററും ഉണ്ട്. ആ സിസ്റ്റർ അവിടുന്ന് തന്നെ വന്നതാണോ അത് ഇവർ വേറെ മഠത്തിൽ അവിടുന്ന് കണ്ടുമുട്ടിയതാണോ എനിക്കറിയത്തില്ല. അവർ നടത്തുന്ന ആശുപത്രിയിലേക്ക് ജീവനക്കാരായിട്ടാണ് അവരെ കൊണ്ടുവരുന്നത്? തീർച്ചയായിട്ടും ആസ്പത്രിയിലേക്ക് ഉള്ള അവരുടെ കോൺവെൻ്റ് ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്, ഫാത്തിമ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ആഗ്ര, അവിടേക്കാണ് കൊണ്ടുവന്നത്. ജോലിക്ക് കൊണ്ടുവന്നാണ്. അവർ പെന്തക്കോസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് വന്നവർ? അവർ CSI വിഭാഗത്തിൽപ്പെട്ട CSI പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ് അവർ. അപ്പം ആദ്യമേ ഇവർ മതം മാറ്റാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞാണ് ഇവരുടെ പേരിൽ ആരോപിച്ചത്. ഈ പിള്ളേർ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം പ്ലാറ്റ്ഫോമിൽ കയറി ഒരു TTR വന്നു, പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചോദിച്ചു. അപ്പം പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇവരുടെ കയ്യിലില്ല. അപ്പോൾ അവർക്ക് അതിനെപ്പറ്റിയൊന്നും വലിയൊരു ധാരണയില്ല. ഞങ്ങളുടെ സിസ്റ്റർ കൂട്ടാൻ പറ്റും, സിസ്റ്ററിൻ്റെ ടിക്കറ്റ് ഉണ്ട്, ആധാർ കാർഡെല്ലാം കൊടുത്തായിരുന്നു. അപ്പം പുള്ളിക്കാരി അത് പ്രകാരം ടിക്കറ്റ് എടുക്കുകയും അവരുടെ പേരൻസിൻ്റെ കടലാസും എല്ലാം അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ TTR ആണ്. ഈ TTR ഒരു ബജറംഗിൻ്റെ ആളാണ്. അപ്പം അവർ വിളിച്ച് അവിടെ ഒരു ലേഡിയുണ്ട്, പ്രീതി ശർമ്മയാണ്. അപ്പം പുള്ളിക്കാരിയെ വിളിച്ച് പറഞ്ഞ് അവരാൾക്കാരെല്ലാം കൂടെ കൂടി അങ്ങനെയാണ് ഇവരെ അങ്ങോട്ട് ഇവരുടെ ക്വസ്റ്റ്യനിങ് കഴിഞ്ഞ് അങ്ങ് മാറ്റുന്നത്. പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അവരെ മർദ്ദിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ആദ്യമേ ഒരു കൊച്ചിൻ്റെ ഇത് എഴുതി മേടിച്ചു. ആരെയാ മർദ്ദിച്ച്? കന്യാസ്ത്രീകളെ മർദ്ദിച്ചോ? കന്യാസ്ത്രീകളെ മർദ്ദിച്ചിട്ടില്ല, ഇവരെ ഭീഷണിപ്പെടുത്തുന്നേ ഉള്ളൂ. ഈ പിള്ളേരെയാണ് മർദ്ദിക്കുന്നത്. ആ നേരത്തെ വന്ന കുട്ടികളെ ഇവരുടെ ഒരു ചാനലുണ്ട്. ഈ ചാനൽ ആ നേരത്തെ മാറ്റുമെന്ന് പറയും. അത് മാറ്റുന്നു, അവർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് വെച്ചാൽ അവർക്ക് ബാക്കി കുറച്ച് നേരം ഭാഗം എടുക്കുന്നു. അങ്ങനെയുള്ള രീതിയായിരുന്നു ഇവരുടെ. അതിനുശേഷം പോലീസിനെ വിളിച്ച് ഏൽപ്പിച്ചു? ഇല്ല, പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. ഇത് റെയിൽവേയുടെ അകത്ത് GRPS എന്നും പറഞ്ഞ അവരുടെ ഒരു സംവിധാനമുണ്ട്. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പോലീസുകാരുടെ മുന്നേ വെച്ചിട്ടാണിത്.
മർദ്ദിച്ചത്. അതെ. ഇപ്പോൾ നിലവിൽ അവിടെ ഈ നേരത്തെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ? നിലവിൽ നേരത്തെ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരു 2 കൊല്ലം മുന്നേയും 1 കൊല്ലം മുന്നേയും ഒക്കെ ആയിട്ടുണ്ടായിട്ടുണ്ട്. ഇവരുടെ മഠത്തിൽ ഇവരെ പൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ പോകുന്ന ഇവരുടെ ഒരു പള്ളി അവിടെ പൊളിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പം അതും ഇതുമായിട്ടൊക്കെ ബന്ധമുണ്ടോ എന്ന് തന്നെ ഞങ്ങൾക്ക് അതും ഈ ബജറംഗ് ദൾ പ്രവർത്തകർ തന്നെയായിരുന്നു. അതും ബജറംഗ് പ്രവർത്തകർ തന്നെയായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് ജാമ്യം അടുത്ത ദിവസത്തേക്ക് മാറ്റുവാണോ ജാമ്യാപേക്ഷ? ജാമ്യം ഇന്ന് വക്കീലും പെങ്ങളും വേറെ ആൾക്കാർ അവർ സിസ്റ്റേഴ്സ് അവിടെ നോക്കി നടത്താൻ തന്നെ അവരുടെ സഭയൊരു സിസ്റ്ററെ അവിടെ ആക്കിയിട്ടുണ്ട്, കാര്യങ്ങളെ ഏകോപിപ്പിക്കാൻ. പിന്നെ അച്ഛന്മാരും ഒക്കെ ഉണ്ട്. അവരെല്ലാം നിശ്ചിത ആൾക്കാർ അവർ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറിക്കണ്ട അവരൊരു ഗ്ലാസ്സിലാണ്, ഒരു ഗ്ലാസ്സിനപ്പുറം ഇപ്പുറം. സൗണ്ട് വർക്ക് നേരെ കിട്ടുകയില്ല. ഫോണിൽ കൂടിയാണ് സംസാരം എന്ന് വെച്ചാൽ ഈ വയർലെസ് ഫോണൊക്കെ അങ്ങനെ ഇവരെ സംസാരിപ്പിക്കുന്നു. അപ്പോൾ ആദ്യത്തെ പുള്ളിക്കാരി പറഞ്ഞത് ആകെ ഒരു ഗുഡിസുമുറി പോലൊരു മുറിയുണ്ട്, 10-18 പേരുണ്ട്, 2 സ്റ്റൂളുണ്ട്, ഒരു ഇതുകളുമില്ല, കുറച്ച് ചോറ് കിട്ടും. ജയിലാണോ അല്ലേ? ജയിലിൽ റിമാൻഡ് ചെയ്തേക്കാണല്ലോ. അപ്പം ഇങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ റിമാൻഡ് ഇപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി വരെ ഞങ്ങൾക്ക് പേടിയുണ്ട്, ആശങ്കയുണ്ട്. ജയിലിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഇല്ല. എന്തായാലും ജാമ്യം കിട്ടുമെന്നാണോ പ്രതീക്ഷ? ജാമ്യം കിട്ടണം, സത്യസന്ധമായിട്ട് ജാമ്യം കിട്ടണം. പിന്നെ അവർ നേരത്തെ ഒരാളെ ഭീഷണിപ്പെടുത്തിയായിരുന്നു മൊഴി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് വെച്ച് മറ്റെന്തൊക്കെയോ വകുപ്പുകളും മൊഴികളിലും ഒക്കെ വ്യത്യാസങ്ങളും വരുത്തിയിട്ടുണ്ട്, മനുഷ്യക്കടത്തെന്നുള്ള രീതിക്ക്. അപ്പം മതം മാറ്റം എന്നുള്ള ഓൾറെഡി അവർ CSI പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ആ ഒരു പിള്ളേരായതുകൊണ്ട് ആ ഭാഗം വിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവരവരുടേതായ എല്ലാ ഇതുകളും വ്യാജ തെളിവുകൾ അവരുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പോലീസും കൂടി കൂടെ നിൽക്കുന്നുണ്ട് അവിടെ. തീർച്ചയായിട്ടും ഉണ്ടല്ലോ പോലീസിൻ്റെ കസ്റ്റഡിയിൽ. പിള്ളേരെ ഒരിക്കലും അവിടെ എന്തോ ഒരു അവരുടെ മന്ദിർ അങ്ങനെ അതൊരു സംവിധാനത്തിലാണ് അവരെ പാർപ്പിച്ചിട്ടുള്ളത്. അത് അവരുടെ അണ്ടറിലായിരിക്കണമല്ലോ. എന്തായാലും ആശങ്കയുണ്ട്, പ്രതീക്ഷയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇന്നിപ്പം വക്കീലന്മാർ അവർ സീനിയേഴ്സും ഒക്കെ ആയിട്ട് ആലോചിച്ച് വെച്ച് ഇന്ന് ജാമ്യത്തിന് വെക്കുന്നില്ല. കാരണം ഒത്തിരി കള്ളത്തെളിവുകളുണ്ട്, നമ്മുടെ ഭാഗം തെളിയിക്കേണ്ടതായ കാര്യങ്ങൾ അവർക്കും നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് വെക്കാമെന്നുള്ളതാണ് അവരുടെ ഇപ്പം വിളിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും വലിയ ആശങ്കയിലാണ് അവരുടെ കുടുംബമുള്ളത്. ഒപ്പം നീതി കിട്ടും, ജാമ്യം ലഭിക്കും എന്നൊരു പ്രതീക്ഷ കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. ജാമ്യാപേക്ഷ അടുത്ത ദിവസത്തേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അഭിഭാഷകരുമായി കുറേ കൂടി ആലോചിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം എടുക്കുക. സിസ്റ്റർ വന്ദനയുടെ വീട്ടിൽ നിന്ന് രാജേഷിനൊപ്പം സുനിൽ ഐസക്, മീഡിയ 1.